അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങൾ ഒന്നടങ്കം അതിജീവിതയോടൊപ്പമാണ്. കാരണം ഈ കാര്യത്തിൽ ഈ കുറ്റക്കാരെ കുറെ പേരെ ശിക്ഷിച്ചു, പക്ഷേ അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ ഇനിയും അവർക്ക് പല തലങ്ങളുണ്ട്. അവർ തീർച്ചയായിട്ടും ഇതിന് അപ്പീൽ പോകുമെന്നാണല്ലോ കേൾക്കുന്നത്. അത് അടൂർ പ്രകാശിന്റെ വ്യക്തിപരമായ അഭിപ്രായം. കോൺഗ്രസിന്റെയോ UDFന്റെയോ നിലപാട് ഞാൻ പറഞ്ഞതാണ്. അല്ല, അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടില്ല. പക്ഷെ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാതെ ഞാൻ അതെ, അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ. അതൊന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവല്ലേ UDFന്റെ ചെയർമാൻ. UDFന്റെ ചെയർമാൻ അദ്ദേഹമല്ലേ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. കെ ആന്റണി പറഞ്ഞത് വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്, അത് UDFന് മുതൽക്കൂട്ടാകുമെന്ന് പറയുകയാണ്. വിലവർധന അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങളോട് കൃത്യമായി അദ്ദേഹം പ്രതികരിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ആദ്യം പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് അദ്ദേഹം പ്രതികരണം നടത്തി. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും നടത്താത്ത രീതിയിൽ നടപടി സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നു. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് അടൂർ പ്രകാശ് പറഞ്ഞതിന്റെ പ്രതികരണത്തിലേക്ക് അദ്ദേഹം പോയില്ല. എന്നാൽ മുൻ കൺവീനർ UDF കൺവീനർ അടൂർ പ്രകാശിനെ പൂർണ്ണമായും തള്ളുകയാണ്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറയുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.